ഇടുക്കി പൈനാവിൽ 2 വീടുകൾക്ക് തീയിട്ട ആൾ പിടിയിലായി. കൊച്ചുമലയിൽ അന്നക്കുട്ടിയെയും പേരക്കുട്ടിയെയും ആക്രമിച്ച കേസിലെ പ്രതി സന്തോഷാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലായത്. അന്നക്കുട്ടിയുടെ മകളുടെ ഭർത്താവാണ് സന്തോഷ്. അന്നക്കുട്ടിയുടെയും മകൻ ജിൻസിൻ്റെയും വീടുകളാണ് സന്തോഷ് ഇന്നലെ രാത്രി തീവച്ച് നശിപ്പിച്ചത്. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ഗുഡ് മോർണിംഗ് രാഹുൽ വിജയൻ, പറയൂ. എസ്കെൻ പുലർച്ചെ 3 മണിക്കും 4 മണിക്കും ഇടയിലാണ് ഈ സംഭവം നടക്കുന്നത്. സന്തോഷ് കത്തിച്ച വീടിന്റെ അടുത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അന്നക്കുട്ടി എന്ന് പറയുന്ന 68 വയസ്സുള്ള ആൾ താമസിച്ചിരുന്ന വീടാണിത്. പക്ഷേ കഴിഞ്ഞ ജൂൺ 5-ാം തീയതി ഈ അന്നക്കുട്ടിയെയും 2 വയസ്സുകാരിയായിട്ടുള്ള കൊച്ചുമകളെയും ഈ സന്തോഷ് തന്നെ തീ വെച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. അവർ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയുമായിരുന്നു. 10 ദിവസമായിട്ടും ഈ പ്രതിയെ പിടികൂടാൻ പോലീസ് തയ്യാറായിരുന്നുമില്ല. വലിയ തരത്തിലുള്ള പ്രതിഷേധവും ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ എന്തായാലും ഈ പ്രതി വീണ്ടും എത്തി ഒരു വൈരാഗ്യം എന്നുള്ളത് അല്ലെങ്കിൽ വലിയൊരു പക വീട്ടുന്നതിന്റെ ഭാഗം എന്നുള്ള നിലയിൽ ഈ വീടിന് തീ വെച്ചിരിക്കുന്നത്. എന്തായാലും പ്രതിയെ ബോഡിമെട്ട് ചെക്ക് പോസ്റ്റിന് സമീപത്ത് നിന്ന് പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ചെറുതോണി ഇടുക്കി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. വലിയ തരത്തിലുള്ള പ്രതിഷേധം ഈ നാട്ടുകാർക്ക് ഇവിടെയുണ്ട്. ഈ പ്രതിനെ പിടികൂടാൻ വൈകിയതാണ് ഈ വീടുകൾ കത്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയത് എന്നുള്ളതാണ് പറയുകയും ചെയ്യുന്നത്. നാട്ടുകാർ തന്നെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, ഈ പ്രതിനെ പിടിക്കാൻ വൈകി എന്നുള്ളൊരു ആരോപണം. അല്ല, ഇത് പരക്കെ ആക്ഷേപം ഉണ്ടായിരുന്നു. ഇവിടെ ഇത്രയും നാളായില്ലേ ഒരു കുഞ്ഞു കൊച്ചിനെയൊക്കെ 2 വയസ്സുള്ള കൊച്ചിനെയൊക്കെ ഇതേപോലെ തീ കൊളുത്തി കണ്ട ആളാണ് ഞാൻ, ആ അമ്മയുടെ അവസ്ഥയൊക്കെ. അപ്പോൾ എന്താണോ ഒരു പ്രതിഷേധമൊക്കെ ഉണ്ടായി. ഈ ശിശുക്ഷേമ സമിതിയും ചിൽഡ്രൻസും എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ആൾക്കാർ നിയമമൊക്കെ ഉണ്ടല്ലോ. ഒരു മനുഷ്യർ പോലും ആ കൊച്ച് 2 വയസ്സ് അത് കിടക്കുന്നുണ്ടായിരുന്നു ഇന്ന് വരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇവിടെ ആർക്ക് വേണ്ടിയാണ് നിയമം? പിന്നെ ഇത് അന്ന് പ്രതിഷേധം ഉണ്ടായപ്പോൾ ഒന്ന് ഗൗരവമായിട്ടൊന്ന് എടുത്തായിരുന്നെങ്കിൽ ഇന്ന് ഈ ദുരന്തം ഉണ്ടാവില്ല. ഇന്ന് ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിലോ? അതാണ് എന്തായാലും ഈ പ്രധാനപ്പെട്ട കാര്യം, ഈ വീട്ടിൽ ആളുണ്ട് എന്ന് കരുതിക്കൊണ്ടുള്ള ഒരു ആക്രമണം അവിടെ നടന്നിരിക്കുന്നതാണ് പോലീസും പറഞ്ഞിരിക്കുന്നത്. കാരണം ഇന്നലെ ഈ വൈകിട്ട് ജിൻസ് എന്ന് പറയുന്ന വ്യക്തിയും കുട്ടിയും ഈ വീട്ടിൽ വന്ന് കിടക്കേണ്ടതായിരുന്നു. പക്ഷേ വൈകിട്ട് അവർ വേറെ മറ്റൊരു സ്ഥലത്തേക്ക് പോയതുകൊണ്ടാണ് ഇവിടെ ആളുണ്ടാകാതിരുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു അപകടം ഒഴിവായി എന്ന് വേണം പറയാൻ. എന്തായാലും പോലീസ് ഇന്നെന്തായാലും കൃത്യമായി ഇടപെടൽ നടത്തി പ്രതിനെ പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. SKN. ഓക്കെ, താങ്ക് യു രാഹുൽ വിജയൻ.